Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. സപ്ലൈകോ നാഷണൽ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോ നാഷണൽ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ഫറിലും സ്വാഭാവികല്ലേ. അപ്പോൾ അത് നമ്മുടെ ഒരു ആശയം, നിലപാട്, അത് പ്രകടിപ്പിക്കാൻ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല. അത് ട്രേഡ് യൂണിയൻ രംഗത്ത് ആശാസ്യമല്ല, അത് നമ്മൾ ദുർബലപ്പെടുത്തും. 10 വർഷക്കാലമായി നമ്മൾ അനുഭവിക്കുന്ന ഈ സർക്കാരിൽ നിന്നും ഉണ്ടാകുന്ന പീഡനം തൊഴിലാളികൾക്ക് മാത്രമല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 4500 കോടി ഉറുപ്പിക സപ്ലൈകോന് ബാധ്യതയാക്കി എന്നാണ് പറഞ്ഞത്. 4500 കോടി ഉറുപ്പിക ഒരുപാട് മേഖലയിൽ. രാമപുരത്ത് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. VV ശശീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. VC നാരായണൻ, KM ശ്രീധരൻ, KV പവിത്രൻ, K ജയരാജ്, N ഗംഗാധരൻ, TV കുഞ്ഞിരാമൻ, സുരേഷ് കാനായി, AJ വിനോദ്, പ്രേംനാഥ് R തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ 7x4 വിസ്തൃതിയിൽ അണ്ടർ പാസേജ് പണിയാൻ തീരുമാനം. നിലവിലുള്ള 3x2 ബോക്സ് കൾവെർട്ട് പൊളിച്ചുമാറ്റി പുതിയ അണ്ടർ പാസേജിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ ആരംഭിക്കുമെന്ന് പ്രോജക്ട് ഡയറക്ടർ നൽകിയ ഉറപ്പ് ML അശ്വിനി സമരപ്പന്തലിൽ നേരിട്ടെത്തി പ്രഖ്യാപിച്ചു. ചെറുവത്തൂരിൽ വലിപ്പമേറിയ അടിപ്പാത സ്ഥാപിക്കാൻ അധികൃതരുടെ ഉറപ്പ് ലഭിച്ചു. 7x4 നീളത്തിലും വലിപ്പത്തിലുമായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അടിപ്പാത സ്ഥാപിക്കുമെന്ന് ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് ഗാർഗെ അറിയിച്ചു. സമരപ്പന്തൽ സന്ദർശിച്ച BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ ഫോണിലൂടെയാണ് ഇക്കാര്യം സമരക്കാരെ അറിയിച്ചത്. നിലവിലുള്ള പാത 2 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റുമെന്നും പകരം അടുത്ത ദിവസം തന്നെ 7 മീറ്റർ നീളത്തിലും 4 മീറ്റർ വീതിയിലും പുതിയ പാത നിർമ്മിക്കുമെന്നും പ്രൊജക്ട് ഡയറക്ടർ വാക്കു നൽകി. അതേസമയം ഇത് സംബന്ധിച്ച് ഉത്തരവൊന്നും വന്നിട്ടുമില്ല. തങ്ങളുടെ സമരത്തിന്റെ വിജയമാണ് പുതിയ പാത നിർമ്മിക്കാനുള്ള തീരുമാനമെന്ന് കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 157 ദിവസമായി സമരം നടത്തുന്ന കർമ്മസമിതിയുടെ പോരാട്ടത്തിന് എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സന്നദ്ധ സംഘടനകളും ചെറുവത്തൂരിലെ വ്യാപാര സമൂഹവും വലിയ പിന്തുണ നൽകിയിരുന്നു. ചെറുവത്തൂർ ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് പോകുന്ന വഴിയിലാണ് പാത നിർമ്മിക്കുക. സൗകര്യപ്രദമായ അടിപ്പാതയ്ക്ക് വേണ്ടി നടത്തിവന്ന പോരാട്ടം വിജയം കണ്ട സാഹചര്യത്തിൽ തങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചതായി കർമ്മസമിതി നേതൃത്വം അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. ജില്ലയിൽ ചൂട് കനത്തതോടെ വണ്ണാത്തിപ്പുഴയുടെ പ്രധാന കൈവഴിയായ പെരുവാമ്പ പുഴയ്ക്ക് അകാല മരണം. ആയിരക്കണക്കിന് ഗ്രാമീണർ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന പുഴയാണ് ചലൽക്കൂനകൾ മാത്രമായി മാറിയത്. കടുത്ത വേനലിലും കുളിർജലവുമായി ഒഴുകുന്ന പുഴയാണ് ഇക്കുറി മാർച്ച് മാസത്തിൽ തന്നെ വറ്റിവരേണ്ടത്. ഇടനാടൻ ചെങ്കൽക്കുന്നിൽ നിന്നുത്ഭവിച്ച് ഓമുട്ട്, പെരുവാമ്പ, കുറ്റൂർ, മാതമംഗലം തുടങ്ങി നിരവധി ഗ്രാമങ്ങൾക്ക് ജലസമൃദ്ധിയേകി ഒഴുകിയിരുന്ന പുഴയാണ് പെരുവാമ്പ പുഴ. തീരത്തെ കാർഷിക വിളകൾ നനയ്ക്കാനും നാട്ടുകാർ കുളിക്കാനും അലക്കാനും മറ്റും ഉപയോഗിക്കുന്ന പുഴയാണിത്. വെള്ളം വറ്റിയതോടെ തീരപ്രദേശങ്ങളിലെ കമുക്, തെങ്ങ്, പച്ചക്കറികൾ തുടങ്ങിയ കൃഷികൾക്കും തിരിച്ചടിയായി. പലർക്കും കാർഷിക വിളകൾ നനയ്ക്കാൻ പറ്റാതെയായി. പുഴയിലെ വെള്ളമൊഴുക്ക് നിലച്ചത് വീട്ടുകിണറുകളിലെ വെള്ളം വറ്റുന്നതിനും കാരണമായി. ഇത് പ്രദേശങ്ങളിലെ കുടിവെള്ള ലഭ്യതയെ കൂടി ബാധിച്ചതായി നാട്ടുകാർ പറയുന്നു.
ഒഴുക്ക് പൂർണ്ണമായി നിലച്ചതോടെ ചിലയിടങ്ങളിൽ കുഴികളിൽ മാത്രമായി വെള്ളം പരിമിതപ്പെട്ടു. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ദുർഗന്ധം വമിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലായി. വെള്ളമില്ലാത്തത് നിരവധി പക്ഷിമൃഗാദികൾക്കും ഉരകങ്ങൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം പുഴയിൽ അമിതമായി ചരൽമണ്ണ് ഒഴുകിയെത്തി കൂടിക്കിടക്കുന്നതും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിന് തിരിച്ചടിയാകുന്നതായി പരാതിയുണ്ട്. കെട്ടിക്കിടക്കുന്ന മണ്ണ് മാറ്റി പഴയതുപോലെ പുഴയെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കണമെന്നും പുഴയ്ക്ക് സംഭവിക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ തടയാൻ ഫലപ്രദമായി ഇടപെടൽ അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ സർഗജാലകം 6ാം വാർഷികാഘോഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. കൽപ്പറ്റ നാരായണൻ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാസാഹിത്യവേദി പയ്യന്നൂർ സർഗജാലകം 6ാം വാർഷികാഘോഷം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. ചിത്രരചനാ മത്സരം, ജനറൽ ബോഡി പുരസ്കാര സമർപ്പണം, പ്രഭാഷണം തുടങ്ങിയ പരിപാടികൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഉദ്ഘാടനവും ശിവൻ തെറ്റത്ത് സ്മാരക സർഗജാലകം സാഹിത്യ പുരസ്കാര സമർപ്പണവും കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു. അതുകൊണ്ടാണ് കുമാരനാശാന്റെ നളിനി വീട് വിട്ടിറങ്ങുന്നത്. ഇച്ഛാനുരൂപമായ ഭാഷ ഉപയോഗിക്കാത്ത ഒരു ലോകത്തിൽ ഞാൻ അനാഥയാണ് എന്ന് കണ്ട് അച്ഛനെയും അമ്മയെയും ഗൃഹത്തെയും ഉപേക്ഷിച്ച് അവൾ കാട്ടിലേക്ക് പോകുന്നു. അവൾ തൻ്റെ ആരെ താൻ കാണാൻ വന്നിരിക്കുന്നു. ചെറുപ്പത്തിൽ നിരുപാധികമായ സ്നേഹം ആര് കാണിച്ചു തന്നിരിക്കുന്നു, അയാളോട് പറയുന്നു ഇന്ന് ഭാഷ ഇതപൂർണ്ണം. അംബികാസുധൻ മാങ്ങാട് പുരസ്കാരം ഏറ്റുവാങ്ങി. ഗംഗൻ കുഞ്ഞിമംഗലം അധ്യക്ഷത വഹിച്ചു. മാധവൻ പുറച്ചേരി, എ വി പവിത്രൻ, ഡോക്ടർ നിഷി ലീല ജോർജ്, രാഹുൽ കൈമല, സുമിത ജനാർദ്ദനൻ, KCTP അജിത ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 12 വയസ്സുകാരനെയും ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സിദാനെയും ഉദിനൂർ സുന്നി സെന്ററിൽ അനുമോദിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYSSF താജുൽ ഉലമ സുന്നി മദ്രസ സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. CBSE 10ാം തരം പരീക്ഷയിൽ തൃക്കരിപ്പൂർ മുജമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നും 93.2% മാർക്ക് നേടി ടോപ്പറായ ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥി മുഹമ്മദ് സിദാനെയും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ 12 വയസ്സുകാരൻ ഉദിനൂർ മഹല്ല് പരിധിയിലെ ഹാഫിള് സയാൻ അഹമ്മദിനെയും ഉദിനൂർ സുന്നി സെന്ററിൽ ആദരിച്ചു. രാമന്തളി 17 ശുഹദ തഹ്ഫീളുൽ ഖുർആൻ കോളേജിൽ നിന്ന് 3 വർഷം കൊണ്ട് എ ഗ്രേഡോടെയാണ് സയാൻ അഹമ്മദ് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. കുഞ്ഞിമംഗലം സ്വദേശി TP സഖറിയുടെയും ഉദിനൂർ പേക്കടത്തെ C ഹസീനയുടെയും മകനാണ് സയൻ അഹമ്മദ്. ഉദിനൂർ പരുത്തിച്ചാലിലെ സുമയ്യ നിസാർ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സിദാൻ. മദ്രസ പരീക്ഷയിൽ വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിന് ഒരുക്കിയെടുത്ത അധ്യാപകർക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡുകൾ നൽകി ആദരിച്ചു. P ബഷീർ എടച്ചാക്കൈ, MDP അബൂബക്കർ മൗലവി എന്നിവർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് മുൻ എക്സിക്യൂട്ടീവ് അംഗം അന്തരിച്ച KVV അഹമ്മദ് സാലിയുടെ അനുസ്മരണവും മാസാന്ത ആത്മീയ മജ്ലിസും വേദിയിൽ നടന്നു. നിസാർ മിസ്ബാഹി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KC ഹുസൈൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. റസാഖ് പുഴക്കര, N അബ്ദുൾ റസാഖ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. TKC മുനീർ മിസ്ബാഹി, ഇബ്രാഹിം അമാനി, KK നൌഫൽ സആദി, AG താജുദ്ദീൻ മൗലവി, ഹംസ മൗലവി, പിലാവളപ്പ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. ഓലയമ്പാടി കുറ്റൂർ റോഡിൽ കണ്ണങ്ങാട് പെരുവാമ്പ റോഡിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. ഓലയമ്പാടി കുറ്റൂർ മാതമംഗലം റോഡിൽ കുറ്റൂർ കണ്ണങ്ങാട് പെരുവാമ്പ റോഡിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. മരം ഉണങ്ങിയിട്ട് കുറേ വർഷങ്ങളായെങ്കിലും ഇനിയും മുറിച്ചുമാറ്റാൻ നടപടിയായിട്ടില്ല. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡരികിലാണ് ഉണങ്ങിയ മരം ഇങ്ങനെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ മാതമംഗലത്ത് ഉണങ്ങിയ മരം വീണ് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. കഴിഞ്ഞ മഴക്കാലത്ത് ഈ മരത്തിന് സമീപത്തുള്ള മരം കടപുഴകി വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അപകട ഭീഷണിയായി നിൽക്കുന്ന ഈ മരം എത്രയും പെട്ടെന്നു തന്നെ മുറിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വാർത്തകൾ തുടരുന്നു.
ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് ഇരിണാവ് ദേശവാസികളുടെ ആചാര വെടിക്കെട്ട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് ആചാര വെടിക്കെട്ടും കാഴ്ചവരവും നടന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ 4ാം ദിനമാണ് ഇരിണാവ് ദേശവാസികളുടെ കാഴ്ചവരവും കരിമരുന്ന് പ്രയോഗവും നടന്നത്. ഇരിണാവിൽ നിന്നും ആരംഭിച്ച കാഴ്ചവരവ് ഘോഷയാത്ര ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ബാലികമാരുടെ താലപ്പൊലിയുമായി നിരവധി ഭക്തജനങ്ങൾ കാഴ്ചവരവിൽ പങ്കാളികളായി. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കരിമരുന്ന് പ്രയോഗം ശ്രദ്ധേയമായി. 10,000-ങ്ങളാണ് കരിമരുന്ന് പ്രയോഗം കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്തും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള എഴുന്നള്ളത്ത് താവത്തേക്ക് പുറപ്പെട്ടു. താവം ആറാട്ടുതറയ്ക്ക് സമീപം തിടമ്പ് നൃത്തവും പ്രത്യേക പൂജകളും കരിമരുന്ന് പ്രയോഗവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. റോഡരികിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കോവപ്പുറം ചെമ്പല്ലിക്കുണ്ട് റോഡരികിലാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കോവപ്പുറം ചെമ്പല്ലിക്കുണ്ട് വെങ്ങര റോഡരികിലാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിലും ഇവിടെ മാലിന്യം തള്ളാറുണ്ട്. റോഡരിക് കാടുകൾ നിറഞ്ഞ സ്ഥലമായതിനാൽ കാടിനുള്ളിലേക്കാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പഴകിയ ഭക്ഷണ സാധനങ്ങളുടെയും മദ്യക്കുപ്പികളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും കേന്ദ്രമായി ഈ പ്രദേശം മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ചാക്കുകളിലും സഞ്ചികളിലുമായി നിരവധി മാലിന്യക്കെട്ടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മാലിന്യം തള്ളുന്നത് തടയുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്ന് ജനങ്ങൾ പറയുന്നു. ബന്ധപ്പെട്ട അധികൃതർ പ്രദേശം ശുചീകരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക. രാത്രികാലങ്ങളിലും മറ്റും വാഹനങ്ങളിലെത്തി മാലിന്യക്കെട്ടുകൾ വലിച്ചെറിയാനാണ് സാധ്യത. അതിനാൽ ഈ ഭാഗങ്ങളിൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തലിച്ചാലം ശ്രീ കുടക്കത്ത് ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിരയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഏപ്രിൽ 20-ന് കളിയാട്ട മഹോത്സവം സമാപിക്കും. തലിച്ചാലം ശ്രീ കൊടക്കത്ത് ഭഗവതി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. തലിച്ചാലം പനക്കാച്ചേരി ശ്രീ കട്ടച്ചേരി കരിഞ്ചാമുണ്ടി ദേവസ്ഥാനത്തു നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. കളിയാട്ട മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഏപ്രിൽ 20-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, പാലിച്ചോൻ ദൈവം, പുലപ്പൊട്ടൻ, ഗുളികൻ എന്നിവയുണ്ടാകും. തുടർന്ന് അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് വിഷ്ണുമൂർത്തി, പാലിച്ചോൻ ദൈവത്തിന്റെ കൂടിക്കാഴ്ച എന്നിവ നടക്കും. വൈകിട്ട് 4 മണിക്ക് കുമനാട്ടി ദൈവം ക്ഷേത്രാങ്കണത്തിൽ ഉറഞ്ഞാടുന്നതോടുകൂടി കളിയാട്ടം സമാപിക്കും. കണ്ടങ്ങാളി കാരളി ശ്രീ ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠാദിന ആരാധനാ മഹോത്സവം ഏപ്രിൽ 20 മുതൽ 23 വരെ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.